Hi students, നമ്മൾ പ്രൊജക്ഷൻ ഓഫ് സോളിഡ്സിലെ അടുത്തൊരു പ്രോബ്ലം നോക്കാം. ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം. എ സ്ക്വയർ പിരമിഡ് സൈഡ് ഓഫ് ബേസ് 45 mm and altitude 65 mm is kept with a side of base parallel to VP and the triangular face containing that side of base being vertical. Draw the projections of the pyramid such that the base is visible in the front view. Okay. ക്വസ്റ്റ്യൻ ലെവൽ നന്നായിട്ട് വായിക്കുക, വായിച്ചൊന്ന് മനസ്സിലാക്കുക. സ്ക്വയർ പിരമിഡാണ് പറഞ്ഞിട്ടുള്ളത്. സ്ക്വയർ പിരമിഡിൻ്റെ സൈഡ് ഓഫ് ബേസ് എഡ്ജിൻ്റെ ലെങ്ത്ത് അല്ലെങ്കിൽ ബേസ് സൈഡിൻ്റെ ലെങ്ത്ത് തന്നിട്ടുണ്ട്. 45 mm തന്നിട്ടുണ്ട്. ആൾട്ടിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ സ്ക്വയർ പിരമിഡിൻ്റെ ഹൈറ്റ് ആണ്, അത് 65 mm തന്നിട്ടുണ്ട്. ഈസ് കെപ്റ്റ് വിത്ത് എ സൈഡ് ഓഫ് ബേസ് പാരലൽ ടു VP. ഇത് വെച്ചിരിക്കുന്നത് അതിൻ്റെ ബേസ്, സ്ക്വയർ പിരമിഡിൻ്റെ ബേസ് പാരലൽ ടു VPയും ആൻഡ് ദ ട്രയാങ്കുലർ ഫേസ് കണ്ടെയ്നിങ് ദാറ്റ് സൈഡ് ഓഫ് ബേസ് ഈസ് ബീങ് വെർട്ടിക്കൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഇപ്പോൾ HP-യിൽ റെസ്റ്റ് ചെയ്യാനായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഈസ് കെപ്റ്റ് വിത്ത് സൈഡ് ഓഫ് ബേസ് പാരലൽ ടു VP എന്ന് പറയുമ്പോൾ സ്ക്വയർ പിരമിഡിൻ്റെ സൈഡ് ഉണ്ട് അല്ലേ, ബേസ് എഡ്ജാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 4 എഡ്ജാണുള്ളത്, അതിൽ ഒരു എഡ്ജാണ് അതിൻ്റെ ബേസ് സൈഡ് എന്നും പറയാമല്ലോ. അപ്പോൾ ഒരു സൈഡ് എന്താണ്, 4 സൈഡ്സ് ഉണ്ട്. ആ ബേസ് 4 സൈഡ് ഉണ്ട്. അതിൽ ഒരു സൈഡ് എങ്ങനെയാണ് VPക്ക് പാരലായിട്ട് വെച്ചിട്ടുണ്ട്. ആ VPക്ക് പാരലായിട്ട് വെക്കുമ്പോൾ തന്നെ ആ സൈഡിൽ കണ്ടെയ്ൻ ചെയ്യുന്ന ട്രയാങ്കുലർ ഫേസ് ആൻഡ് ദ ട്രയാങ്കുലർ ഫേസ് കണ്ടെയ്നിങ് ദാറ്റ് സൈഡ് ഓഫ് ബേസ് ബീങ് വെർട്ടിക്കൽ. ആ സൈഡിൽ കണ്ടെയ്ൻ ചെയ്യുന്ന ട്രയാങ്കുലർ ഫേസ് എങ്ങനെയാണ്, വെർട്ടിക്കൽ ആയിട്ടാണ് നിൽക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. ഡ്രോ ദ പ്രൊജക്ഷൻസ് ഓഫ് ദ പിരമിഡ് സച്ച് ദാറ്റ് ദ ബേസ് ഈസ് വിസിബിൾ ഇൻ ദ ഫ്രണ്ട് വ്യൂ. അതായത് ഒരു സൈഡ് ഉണ്ട്, ആ സൈഡിൽ കണ്ടെയ്ൻ ചെയ്യുന്ന ട്രയാങ്കുലർ ഫേസ് VPക്ക് വെർട്ടിക്കൽ ആകുമ്പോൾ അഫ്കോഴ്സ് ആ സോളിഡ് എന്താണ്, ഒന്ന് ലിഫ്റ്റ് ആകുമ്പോൾ അതിൻ്റെ ബേസ് ലിഫ്റ്റ് ആവും ഒരു സൈഡ്. അപ്പോൾ അത് നമ്മൾ ഫ്രണ്ട് വ്യൂവിൽ നിന്ന് നോക്കുമ്പോൾ അതെന്താണ്, ബേസ് ഫുള്ള് വിസിബിൾ ആയിട്ട് കാണുന്ന പോലെ പ്രൊജക്ഷൻ വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ ആദ്യം എങ്ങനെയാണ് ഈ സോളിഡിൻ്റെ പൊസിഷൻ എങ്ങനെയായിരിക്കും ഉണ്ടാവുക എന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇതാണ് സ്ക്വയർ പിരമിഡ് അല്ലേ. ബേസ് സ്ക്വയർ ആണ്, അപ്പെക്സ് ഉണ്ട്. ഇതാണ് ബേസ് സൈഡ് എന്ന് പറയുന്നത്. 1 2 3 4 അങ്ങനെ 4 സൈഡ്സ് ഉണ്ട്. അപ്പോൾ ഈ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്, ബേസ് സൈഡ് ഉണ്ട്. അപ്പോൾ ബേസ് സൈഡ് വൺ ഓഫ് ഇറ്റ്സ് ബേസ് സൈഡ് എങ്ങനെയാണ്, പാരലൽ ആണ് അല്ലേ, കെപ്റ്റ് വിത്ത് എ സൈഡ് ഓഫ് ബേസ് പാരലൽ ടു VP. അപ്പോൾ സൈഡ് ഓഫ് ബേസിൻ്റെ സൈഡ് എങ്ങനെയാണ്, പാരലൽ ടു VP ആയിട്ടാണ് പ്ലേസ് ചെയ്തത്. ഇപ്പം ഞാൻ വെച്ചിരിക്കുന്ന പൊസിഷനിൽ അഫ്കോഴ്സ് സൈഡ് ഓഫ് ബേസ് എന്താണ്, പാരലൽ ആണ് അല്ലേ. ഈ സൈഡ് VPക്ക് പാരലൽ ആണ്. അതേപോലെ സ്ക്വയർ പിരമിഡ് ആണ്, ഇവിടെ ഈ സൈഡ് ഉണ്ട്, ഈ സൈഡ് എന്താണ്, VPക്ക് പാരലൽ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണോ, ഇങ്ങനെ വെച്ച് ശരിയാവോ, ശരിയാവില്ല. ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിരിക്കുന്നത്, സൈഡ് ഓഫ് ബേസ് പാരലൽ ടു VP ആണ്. അപ്പോൾ നമുക്ക് പറയാം ഈ സൈഡും VPക്ക് പാരലാണ്, ഇപ്പുറത്തുള്ള ഈ സൈഡും VPക്ക് പാരലാണ്. ബട്ട് ഈ സൈഡിൽ കണ്ടെയ്ൻ ചെയ്യുന്ന ഫേസ് ഉണ്ട് അല്ലേ. ഈ സൈഡിൽ കണ്ടെയ്ൻ ചെയ്യുന്ന ഫേസ് ഏതാണ്, ഇതാണ് ട്രയാങ്കുലർ ഫേസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. ഇതാണ് എഡ്ജ്, ബേസ് എഡ്ജ് ഇതാണ്, അല്ലെങ്കിൽ ബേസ് സൈഡ് ഇതാണ്. ഈ സൈഡിൽ ഫോം ചെയ്യണ ഈ ഫേസ് എന്താണ്, ട്രയാങ്കുലർ ഫേസ് ആണ്. ഈ ട്രയാങ്കുലർ ഫേസ് എങ്ങനെയാണ്, ബീയിങ് വെർട്ടിക്കൽ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ബീങ് വെർട്ടിക്കലാണ്, വെർട്ടിക്കൽ ആയിട്ടാണ് ഉള്ളത്. അപ്പോൾ ഒന്നില്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പ്ലേസ് ചെയ്യാം. ഇങ്ങനെ പ്ലേസ് ചെയ്യുമ്പോൾ എന്താണ്, ഇതിപ്പോൾ എന്താണ്, ട്രയാങ്കുലർ ഫേസ് അല്ല, സ്ലാൻഡ് ചെയ്തിട്ടാണ് നിൽക്കണത് അല്ലേ. അപ്പോൾ വെർട്ടിക്കൽ ആയിരിക്കില്ല. അപ്പോൾ ഈ ആംഗിളിൽ നോക്കുമ്പോൾ മനസ്സിലാവും സ്ലാൻഡ് ആയിട്ടാണ് കിടക്കുന്നത് അല്ലേ, സ്ലാൻഡ് ആണ്. അപ്പോൾ ഇതിന് വെർട്ടിക്കൽ ആക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ഇങ്ങനെ ചെയ്യുമ്പോഴാണ് വെർട്ടിക്കൽ ആകുമ്പോൾ ആ ബേസ് ലിഫ്റ്റ് ആയല്ലോ അല്ലേ. അപ്പോൾ നമുക്ക് ഇങ്ങനെ പ്ലേസ് ചെയ്യാൻ പറ്റും, ഇങ്ങനെ പ്ലേസ് ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ദിസ് ഈസ് അവർ ഫ്രണ്ട് വ്യൂ ഡയറക്ഷൻ, ഇതാണ് ഫ്രണ്ട് വ്യൂ ഡയറക്ഷൻ. അപ്പോൾ ഇങ്ങനെ നിൽക്കുമ്പോൾ ഫ്രണ്ട് വ്യൂ നോക്കുമ്പോൾ നമുക്ക് ബേസ് വിസിബിൾ ആണോ, വിസിബിൾ അല്ല. ബട്ട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്, എഡ്ജ് സൈഡ് ഉണ്ട്, ആ സൈഡിൽ കണ്ടെയ്ൻ ചെയ്യുന്ന ട്രയാങ്കുലർ ഫേസ് ബീയിങ് വെർട്ടിക്കൽ ആക്കുമ്പോൾ നമുക്ക് എന്താണ്, ഫ്രണ്ട് വ്യൂവിൽ ബേസ് എന്താണ്, വിസിബിൾ ആയിരിക്കണം എന്ന് പറയേണ്ടത്. അപ്പോൾ ഇതിങ്ങനെയാണ് വരിക, ഇങ്ങനെയല്ലേ. അപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ സോളിഡ് ഇങ്ങനെ വെച്ചിട്ടുണ്ട്, ദിസ് ഈസ് VP ആൻഡ് ദിസ് ഈസ് HP. അപ്പോൾ ഇതാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ബേസ് സൈഡ് എന്ന് വിചാരിക്കുക. ഈ ബേസ് സൈഡ് എന്താണ്, VPക്ക് പാരലാണ്. അതോടൊപ്പം തന്നെ ഇവിടെ ഈ കണ്ടെയ്ൻ ചെയ്യുന്ന ട്രയാങ്കുലർ ഫേസ് അല്ലേ, ഈ ട്രയാങ്കുലർ ഫേസ് സ്ലാൻഡ് ആയിട്ടല്ലേ, ട്രയാങ്കുലർ ഫേസ് സ്ലാൻഡ് പിരമിഡ് ആണല്ലോ. അപ്പോൾ ഇതിന് വെർട്ടിക്കൽ ആക്കണം. അപ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്യുമ്പോഴാണ് വെർട്ടിക്കൽ ആകുമ്പോൾ ബേസ് നോക്കുക, ബേസ് ലിഫ്റ്റ് ആയിട്ടുണ്ട് അല്ലേ. ഇതിനെ വെർട്ടിക്കൽ ആക്കുമ്പോൾ ബേസ് ലിഫ്റ്റ് ആയി. ഓക്കെ. അപ്പോൾ ആ ബേസ് ലിഫ്റ്റ് ആകുമ്പോഴല്ലേ നമുക്ക് ഫ്രണ്ട് വ്യൂ നോക്കുമ്പോൾ അതാണ് ഇങ്ങനെയുള്ള പൊസിഷനാണ്. ഈ ഒരു രീതിയിലാണ് ഇപ്പുറത്തുള്ള എൻ്റെ ഇൻഡെക്സ് ഫിംഗർ നോക്കുക, ഇൻഡെക്സ് ഫിംഗർ ഞാൻ പോയിന്റ് ചെയ്യുന്നുണ്ട്, ഇതാണ് ട്രയാങ്കുലർ ഫേസ്. ഇതിനെ നമ്മൾ വെർട്ടിക്കൽ ആക്കിയിട്ടുണ്ട്. വെർട്ടിക്കൽ ആക്കുമ്പോൾ നമ്മൾ ഫ്രണ്ട് വ്യൂ നോക്കുമ്പോൾ എന്താണ്, ബേസ് വിസിബിൾ ആണ്.
ശരിയല്ലേ? ബേസ് വിസിബിൾ ആണ്. അപ്പോൾ ഈ ഒരു വ്യൂ ആണ് നമുക്ക് വരയ്ക്കേണ്ടത്. അപ്പോൾ വരയ്ക്കുമ്പോൾ തുടക്കം നമുക്ക് എങ്ങനെ വരയ്ക്കണം എന്നാണ്. അപ്പോൾ സിമ്പിൾ പൊസിഷൻ നമുക്ക് ഇങ്ങനെ തന്നെ വെക്കാം. സിമ്പിൾ പൊസിഷൻ ഇത് തന്നെയാണ് അല്ലേ? അപ്പോൾ സിമ്പിൾ പൊസിഷൻ വരയ്ക്കുമ്പോൾ നമ്മൾ ടോപ്പ് വ്യൂവിൽ ട്രൂ ഷേപ്പ് കിട്ടും, സ്ക്വയർ കിട്ടും, പിരമിഡ് ആണ്, അപ്പോൾ സ്ലാൻഡ് എഡ്ജസ് ഉണ്ടാവും, സ്ലാൻഡ് എഡ്ജസ് കാണിക്കണം. ദെൻ ഫ്രണ്ട് വ്യൂ നമുക്ക് ട്രയാങ്കിൾ ആയിരിക്കും കിട്ടുക. ദെൻ അടുത്ത സെറ്റ് വ്യൂ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് അപ്പോൾ പറയാം. ഓക്കെ, അപ്പോൾ ഇത്രയും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കും. നമുക്ക് ഡ്രോയിങ് വരച്ച് തുടങ്ങാം. ആസ് യൂഷ്വൽ വരയ്ക്കാനായിട്ട് നമ്മൾ ആദ്യം എന്ത് ചെയ്യണു? ഒരു XY ലൈൻ വരയ്ക്കുകയാണ്. ഒരു XY ലൈൻ നമ്മൾ വരച്ചു. ഓക്കെ, ഒരു XY ലൈൻ നമ്മൾ പ്ലോട്ട് ചെയ്തു. ഇനി നമ്മൾ ട്രൂ ഷേപ്പ് എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ട്രൂ ഷേപ്പ് എങ്ങനെയാണ് അല്ലേ? ടോപ്പ് വ്യൂവിലാണ് നമുക്ക് ട്രൂ ഷേപ്പ് കിട്ടുക. ദിസ് ഈസ് അവർ XY ലൈൻ. ടോപ്പ് വ്യൂവിൽ ട്രൂ ഷേപ്പ് കിട്ടുന്നു, അത് ഞാൻ വരയ്ക്കുന്നു. സ്ക്വയർ ആണ് വരിക. സ്ക്വയർ അല്ലെ, പിരമിഡ് ആണ്, നമ്മുടെ സ്ലാൻഡ് എഡ്ജ് കാണും. ഇത് സ്ക്വയർ ആയതുകൊണ്ട് തന്നെ ഡയഗണൽസ് തമ്മിൽ നമ്മൾ കണക്ട് ചെയ്താൽ മതി. കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഈ സെൻറ്റർ പോയിന്റ് കിട്ടും. ഈ പോയിന്റ് തന്നെയാണ് ബേസിൻ്റെ സെൻറ്ററും അപ്പെക്സും. ദെൻ നമുക്കിതിനെ നെയിം ചെയ്യാം. ABCD എന്ന് നെയിം ചെയ്യുക. അപ്പെക്സിനെയും ബേസ് സെൻറ്ററിനെയും ഞാൻ O എന്ന് കൊടുക്കുന്നു. ഓക്കെ, ദെൻ ഇനി ഇതിൻ്റെ എന്താണ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രണ്ട് വ്യൂ വരയ്ക്കണം. അതിന് നമുക്ക് എന്താണ് പ്രൊജക്ടർ വരയ്ക്കണം അല്ലേ? അപ്പോൾ ഫ്രണ്ട് വ്യൂ നമ്മൾ ഇവിടെ നിന്നല്ല നോക്കുക. അപ്പോൾ ആദ്യം പ്രൊജക്ടർ വരയ്ക്കണം. ഇപ്പോൾ DA ഒരേ ലൈനിലാണ്. അപ്പോൾ DAയിൽ നിന്ന് ഞാനൊരു പ്രൊജക്ടർ വരച്ചു, XY ലൈനിലേക്ക് വരച്ചു. BC ഉണ്ട്, BC ഒരേ ലൈനാണ്. ഇവിടെ നിന്ന് ഞാൻ ഒരു പ്രൊജക്ടർ XY ലൈനിലേക്ക് വരച്ചു. ഇനി അതുപോലെ ബേസ് സെൻറ്ററുണ്ട്, ആക്സിസ് ഉണ്ട്, അവിടെ നിന്ന് ഒരു പ്രൊജക്ടർ ഞാൻ XY ലൈനിലേക്ക് വരച്ചു. അപ്പോൾ ഇതിൻ്റെ ഡയമെൻഷൻ തന്നിട്ടുണ്ട് അല്ലേ? പിരമിഡിൻ്റെ ഡയമെൻഷൻ തന്നിട്ടുണ്ട്. എത്രയാണ്? 45 mm സൈഡിൽ നിന്നാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്ക് ഡയമെൻഷൻ ചെയ്യണം. ഇത് എത്രയാണ്? 45 mm ഡയമെൻഷൻ ചെയ്യുക. ഇനി അതുപോലെ ഇതിൻ്റെ ഹൈറ്റ് തന്നിട്ടുണ്ട്. ഓൾട്ടിറ്റ്യൂഡ് എത്രയാണ്? 65 mm തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്താണ്? പിരമിഡാണ്, അപ്പോൾ അത് ആക്സിസ് ആയിട്ടാണ് തന്നിട്ടുള്ള. ആക്സിസ് വരയ്ക്കണം. അപ്പോൾ ആക്സിസ് ആണ് നമ്മളിവിടെ, ആക്സിസിൻ്റെ ലൈനാണ് ഇവിടെ ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഈ ആക്സിസിന് എന്ത് ചെയ്യുക? ആക്സിസ് വരയ്ക്കുക. എത്ര ഹൈറ്റിൽ? 65 mm ആക്സിസ് ഹൈറ്റ് വരച്ചു. ദെൻ ഇത് ഡയമെൻഷൻ കാണിക്കണം. ഇതാണ് ആക്സിസിൻ്റെ അപ്പെക്സ് ആണ്. സോ ഈ ഹൈറ്റ് എത്രയാണ്? 65 ആണ്. ആസ് പെർ ഡയമെൻഷൻ ഗിവൻ ദ ക്വസ്റ്റ്യൻ നമ്മൾ പ്ലോട്ട് ചെയ്തു. ഇവിടെ 65 mm ആക്സിസ് നമ്മൾ വരച്ചു. ദെൻ ആക്സിസ് ഒന്ന് നിങ്ങൾക്ക് കാണുന്ന പോലെ ഒന്ന് വരയ്ക്കാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ ബേസ് നമ്മളുള്ള ഇതല്ലേ ഫ്രണ്ട് വ്യൂവിൻ്റെ ഡയറക്ഷൻ. ഇവിടെ നോക്കുമ്പോൾ നമുക്ക് ബേസ് കാണാം. ഇപ്പോൾ ബേസ് ലൈൻ ഇതാണ്. ആ ബേസ് ലൈൻ ഒന്ന് തിക്കായി, അത് വിസിബിൾ ആണ്. ദെൻ ഈ ബേസ് 2 എഡ്ജസ് ഉണ്ട് അല്ലേ? ഈ എഡ്ജ് ഏതാണ്? D ഉണ്ട്, A ഉണ്ട്. D കാണും, A കാണില്ല. സോ ഇവിടെ മാർക്ക് ചെയ്യാം. D ഡാഷ് ബ്രാക്കറ്റിൽ A ഡാഷ്. സിമിലർലി ഹിയർ C കാണും, B കാണില്ല. അപ്പോൾ സോ C ഡാഷ് ബ്രാക്കറ്റിൽ B ഡാഷ്. ദെൻ ഇവിടെ അപ്പെക്സ് ആണ്. അപ്പെക്സ് ഏതാ? O ആണ്. സോ O ഡാഷ്. ഇവിടെ സെൻറ്റർ ഉണ്ട്, സെൻറ്ററും O ആണ്. അപ്പോൾ അതിവിടെ O ഡാഷിന് കൊടുക്കുക. ദെൻ ഈ A ഡാഷിൽ നിന്ന് Oയിലേക്കും പോകുന്നുണ്ട്, D ഡാഷിൽ നിന്ന് Oയിലേക്കും പോകുന്നുണ്ട്. അപ്പോൾ അത് കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് വരിക. അതുപോലെ സിയിൽ നിന്ന് Oയിലേക്കും പോകുന്നുണ്ട്, ബിയിൽ നിന്ന് Oയിലേക്കും ഉണ്ട്. അപ്പോൾ C ഡാഷ് O ഡാഷ്, B ഡാഷ് O ഡാഷ് ആണ് വരിക. അത് നമ്മളിങ്ങനെ വരയ്ക്കാം. അപ്പോൾ ദിസ് ഈസ് അവർ ഫ്രണ്ട് വ്യൂ കിട്ടി. അത് സിമ്പിൾ പൊസിഷൻ കിട്ടി അല്ലേ? നമുക്ക് സിമ്പിൾ പൊസിഷൻ കിട്ടി. ഇനി അടുത്ത സ്റ്റെപ്പാണ്. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുന്ന എഡ്ജ് ഇപ്പോൾ AB ആണെങ്കിൽ, AB എന്ന് പറഞ്ഞ എഡ്ജാണ് VPക്ക് പാരലായിട്ട് കൺസിഡർ ചെയ്തെങ്കിൽ, ഇതിനിപ്പോൾ ലിഫ്റ്റ് ചെയ്യണമെങ്കിൽ ഈ ലിഫ്റ്റ് ചെയ്തായിട്ട് ഇപ്പോൾ രണ്ടാമത്തെ വ്യൂവിൽ എങ്ങനെ വരയ്ക്കാൻ നമുക്ക് പോസിബിലിറ്റി ഇല്ല അല്ലേ? അപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്. ഇപ്പോൾ BC എന്ന് പറഞ്ഞൊരു എഡ്ജ് എടുക്കുകയാണ്. ആ BC എന്ന് പറഞ്ഞ എഡ്ജിനെ നമുക്ക് VPക്ക് പാരലൽ ആക്കണം. ദെൻ BC എന്ന് പറഞ്ഞ എഡ്ജിൽ കണ്ടെയ്ൻ ചെയ്യുന്ന ട്രയാങ്കിൾ ഫേസ്, ദാറ്റ് ഈസ് BOC എന്ന് പറഞ്ഞ ട്രയാങ്കിൾ ഫേസിനെ വേർട്ടിക്കലും ആക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ഇപ്പോഴത്തെ ആദ്യത്തെ എയിം എന്ന് പറഞ്ഞാൽ, ആദ്യം നമുക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുക എന്താണ്? സൈഡ് ഓഫ് ബേസ് പാരലൽ അല്ലേ? പാരലൽ ടു VP എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ VPക്ക് പാരലൽ ആക്കുക എന്നുള്ളതാണ് നമ്മളുടെ എയിം. ഇപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാം, ഡൗട്ട് വരാം, ഇവിടെ AB എന്ന് പറഞ്ഞ എഡ്ജ് ഇവിടെ VPക്ക് പാരലൽ ആണല്ലോ, അപ്പോൾ ഇനി എന്തിനാണ് ചെയ്യണത്? ശരിയാണ്, AB എന്ന് പറഞ്ഞത് പാരലാണ്. ബട്ട് നമുക്കിതിൻ്റെ ഈ AOB എന്ന് പറഞ്ഞ ട്രയാങ്കിൾ ഫേസ് പെർപെൻഡിക്കുലർ ആക്കണം, വെർട്ടിക്കൽ ആക്കുക എന്ന് പറഞ്ഞാൽ അത് പെർപെൻഡിക്കുലർ ആക്കണം. പെർപെൻഡിക്കുലർ ആക്കാൻ നമുക്ക് അടുത്ത സെറ്റ് ഓഫ് വ്യൂവിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അത് സോർട്ട് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു സിമ്പിൾ പൊസിഷൻ വരച്ചു. ഇനി എന്ത് ചെയ്യണു? BC എന്ന് പറഞ്ഞ എഡ്ജിനെ എന്താണ്? പാരലാക്കണമല്ലോ അല്ലേ? അപ്പോൾ അത് പാരലാക്കാൻ നമുക്കിവിടെ ആക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണു?
ഈ BCO എന്ന് പറഞ്ഞ ട്രയാങ്കിൾ ഫേസ് ഉണ്ട്, അതിനെ വെർട്ടിക്കൽ ആക്കിക്കൊണ്ട് നമ്മൾ ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ നോക്കുകയാണ്. ഇപ്പോൾ AB ഉണ്ട്, സൈഡ് ഉണ്ട്, അത് VPക്ക് പാരലലാണ്. അപ്പോൾ AOB എന്ന് പറഞ്ഞ ട്രയാങ്കിൾ ഫേസിനെ പെർപെൻഡിക്കുലർ ആയിട്ട് ഇവിടെ ഫ്രണ്ട് വ്യൂവിൽ വരയ്ക്കാൻ അല്ലെങ്കിൽ ടോപ്പ് വ്യൂവിൽ വരയ്ക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ നമുക്കത് പെർപെൻഡിക്കുലറായി വരയ്ക്കാൻ എളുപ്പം ഏതാണ്? BOC എന്ന് പറഞ്ഞ ട്രയാങ്കിൾ ഫേസ് ആണ് വരയ്ക്കുക. കാരണം ഇപ്പോൾ BC എന്ന് പറഞ്ഞ എഡ്ജാണ് നമ്മൾ VPക്ക് പാരലൽ ആക്കുന്നതെങ്കിൽ BOC എന്ന് പറഞ്ഞ ട്രയാങ്കിൾ ഫേസിന് വെർട്ടിക്കൽ ആക്കാം. അതെങ്ങനെ ആക്കാം? ഫ്രണ്ട് വ്യൂ നോക്കുക. ഫ്രണ്ട് വ്യൂ നോക്കുമ്പോൾ B', O', C' എന്ന് പറഞ്ഞ ട്രയാങ്കിൾ ഫേസ് ആണ് ഈ ഒരൊറ്റ ലൈനായിട്ട് കാണിച്ചിരിക്കുന്നത്. ശരിയല്ലേ? കാരണം ഈ പോയിന്റിൽ ഏതാണ്? C' B' എന്ന് പറഞ്ഞ എഡ്ജ് ആണ് ഇവിടെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. O' എന്ന് പറഞ്ഞ എപെക്സ് ആണ്. അപ്പോൾ ഈ BOC എന്ന് പറഞ്ഞ ട്രയാങ്കിൾ ഫേസ് ആണ് ഇവിടെ B', O', C' എന്ന് പറഞ്ഞ ഒരു ലൈനായിട്ട് കാണുന്നത്. അപ്പോൾ നമുക്ക് ഈ ട്രയാങ്കിൾ ഫേസ് ബീങ് വെർട്ടിക്കൽ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ബീങ് വെർട്ടിക്കൽ എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഈ C', B', O' എന്ന് പറഞ്ഞ ഈ എഡ്ജ് ഉണ്ടല്ലോ, ഈ സ്ലാൻഡ് എഡ്ജ് ആയിട്ട് കാണുന്നില്ല ഫ്രണ്ട് വ്യൂവിൽ, അതിനെ നമുക്ക് എന്ത് ചെയ്താൽ മതി? വെർട്ടിക്കൽ ആക്കിയാൽ മതി. അപ്പോൾ വെർട്ടിക്കൽ ആക്കണമെന്ന് പറയുമ്പോൾ HPക്ക് വെർട്ടിക്കൽ ആണ് ഉദ്ദേശിക്കുന്നത് അല്ലേ? കാരണം BPക്ക് പാരലലാണല്ലോ അത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? പ്രൊട്രാക്ടർ എടുക്കുക, നോട്ട് പ്രൊട്രാക്ടർ, കോമ്പസ് എടുക്കുക. കോമ്പസ് എടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ മെഷർമെൻറ്റ് അറിയാം, എത്രയാണ് മെഷർമെൻറ്റ് എന്നൊക്കെ അറിയാം അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണു? പ്രൊട്രാക്ടർ എടുക്കണു. ആസ് യൂഷ്വൽ പ്രൊട്രാക്ടർ എടുത്തിട്ട് ഒരു വെർട്ടിക്കൽ ലൈൻ പ്ലോട്ട് ചെയ്യാണ്. അല്ലെങ്കിൽ പ്രൊട്രാക്ടർ എടുക്കണമെന്നില്ല, ഇല്ലെങ്കിൽ സാധാരണ സ്കെയിൽ വെച്ചിട്ട് കറക്റ്റായിട്ട് ഒരു വെർട്ടിക്കൽ ലൈനെ പ്ലോട്ട് ചെയ്താലും മതി. ഇപ്പോൾ ഇതാണ് 90 ഡിഗ്രി എങ്കിൽ 90 ഡിഗ്രി ഇതാക്കി ദെൻ ഇവിടെ നിന്ന് ഈ പോയിന്റ് ഇട്ടു. ഈ പോയിന്റിൽ നിന്ന് എന്ത് ചെയ്യാണ്? ഒരു ലൈൻ വരയ്ക്കുകയാണ്. XY ലൈനിൽ വരച്ചിട്ട് ഏതാണ് ഇവിടെ മെഷർമെൻറ്റ് ഇടേണ്ടത്? മെഷർമെൻറ്റ് ഇടേണ്ടതെന്നാണ് ഈ ലെങ്ത് ആണ്. കാരണം ഈ ലൈനാണ് നേരെ കൊണ്ടുവന്നു. ഇവിടെ ഈ ലെങ്ത് ഞാൻ മാർക്ക് ചെയ്തു. ദെൻ അത് ഞാൻ വരച്ചു. ഇവിടെ ഈ വരച്ച എഡ്ജ് ഏതാണ്? ഈ എഡ്ജാണ്. അതായത് C', B', O' എന്ന് പറഞ്ഞ എഡ്ജാണ് വരച്ചത്. ഇപ്പോൾ ഇവിടെ പോയിന്റ് മാർക്ക് ചെയ്യണം. ഇതേതാണ്? C', B' ആണ്. ഇപ്പോൾ C' ബ്രാക്കറ്റിൽ B' കൊടുക്കുക. ഇതേതാണ്? O' അല്ലേ? അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇതിനെ C1', B1', O1' എന്ന് കൊടുക്കാം. എങ്ങനെയും കൊടുക്കാം. ഓക്കെ, അപ്പോൾ എന്താ ഇവിടെ ഉദ്ദേശിച്ചത്? ഈ ഒരു സോളിഡ് ഉണ്ടല്ലോ, ഇതിനെ നമ്മൾ ഇങ്ങനെ ചരിച്ചു അല്ലേ? ഞാൻ ഇവിടെ കാണിച്ചു തരാം. ഇങ്ങനെയാണ് നിൽക്കുന്ന സോളിഡ്. ഇങ്ങനെ നിൽക്കുന്ന സോളിഡിനെ ഞാൻ ഇങ്ങനെ ഒന്ന് ആക്കി. ഇങ്ങനെ ആക്കുമ്പോഴല്ലേ ഈ ട്രയാങ്കിൾ ഫേസ് വെർട്ടിക്കൽ ആവുള്ളൂ അല്ലേ? ട്രയാങ്കിൾ ഫേസ് വെർട്ടിക്കലായി. അപ്പോൾ എന്താണ്? ബേസ് ലിഫ്റ്റ് ആയല്ലോ. അപ്പോൾ അത് നമുക്ക് എങ്ങനെ ഇവിടെ വരയ്ക്കാം? അതെങ്ങനെ നമ്മളിവിടെ വരയ്ക്കും? ഇപ്പോൾ ഇവിടെ കിട്ടി അല്ലേ? അപ്പോൾ നമ്മൾ എഗെയിൻ എന്താണ്? കോമ്പസ് എടുത്തു. ഇവിടെ ഈ ഡിസ്റ്റൻസ് മെഷർ ചെയ്തു. ഈ ഡിസ്റ്റൻസ് കോമ്പസിലെടുത്തു. ഈ ഡിസ്റ്റൻസ് എടുത്തു. എവിടെയാണ്? C', B' ടു A', D' ഡിസ്റ്റൻസ് എടുത്ത് അത് നേരെ നമ്മളിവിടെ പ്ലേസ് ചെയ്തു. നേരെ C', B' കൊണ്ടുവന്ന് പ്ലേസ് ചെയ്തു. ദെൻ നമ്മൾ ഇവിടെ നിന്ന് എന്താണ്? ഒരു ആർക്ക് അങ്ങോട്ട് കട്ട് ചെയ്തു. ഇനി അതേപോലെ എന്താണ്? ഇവിടെ O' ഉണ്ട്. O' ടു A', D' പറഞ്ഞ ലെങ്ത് ഉണ്ട്. അത് നമ്മളിവിടെ നിന്ന് എടുക്കുകയാണ്. കോമ്പസിൽ ഈ മെഷർമെൻറ്റ് എടുത്തു. ആ മെഷർമെൻറ്റ് നേരെ ഇവിടെ കൊണ്ടുവന്നു. O' കൊണ്ടുവന്ന് പ്ലേസ് ചെയ്തു എന്താണ്? ഇവിടുന്ന് ആർക്ക് കട്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇവിടെ ആദ്യം വരച്ച ആർക്ക് കറക്റ്റ് സഫീഷ്യൻ്റ് ആയിട്ടുണ്ടോ നോക്കുക. ഇല്ലെങ്കിൽ നമുക്ക് വീണ്ടും കോമ്പസിലെടുക്കാം, ആ ഡിസ്റ്റൻസ് എടുക്കാം, ആർക്ക് കട്ട് ചെയ്യുമ്പോൾ അത് രണ്ടും ഇൻ്റർസെക്റ്റ് ചെയ്ത പോയിന്റ് ഉണ്ട് അല്ലേ? ഈ രണ്ട് ആർക്കും തമ്മിൽ ഇൻ്റർസെക്റ്റ് ചെയ്ത പോയിന്റ് ഉണ്ട്. ആ പോയിന്റ് മാർക്ക് ചെയ്യുക. ആ പോയിന്റിലേക്ക് എന്ത് ചെയ്യുക? കണക്ട് ചെയ്യുക. ഇവിടുന്ന് C1', B1' ഉണ്ട്. അതിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ട് ലൈൻ വരച്ചു. അതുപോലെ O1' നിന്ന് ഇങ്ങോട്ടേക്ക് കണക്ട് ചെയ്ത പോയിന്റിലേക്ക് ലൈൻ വരച്ചു. ഇതെന്താണ് സംഭവം? ഈ പോയിന്റ് ഏതാണ്? ഇവിടെ ഈ കിട്ടിയ പോയിന്റ് ആണല്ലേ? അപ്പോൾ സോ നമുക്ക് ഇവിടെ നെയിം ചെയ്യാം. A1' ബ്രാക്കറ്റിൽ D1' എന്ന് കൊടുക്കുക. A1' D1'. ഓക്കെ, ഇത് കൺഫ്യൂഷൻ ആവരുത്. ഇത് ഈ പോയിന്റ് ആണ്. C', B' ഇതാണ്. ഇവിടുത്തെ പോയിന്റ് എന്ന് പറയുന്നത് A1' D1' ആണ്. കാരണം ഇതാണ് ഇവിടെ. ഓക്കെ, ലിഫ്റ്റ് ചെയ്ത്. അപ്പോൾ അത് നമുക്ക് തിക്കായിട്ട് കാണുന്നത് തന്നെയാണല്ലേ? ഒന്നുമില്ല, ഈ ഡ്രോയിങ്ങിനൊന്ന് റീഡ്രോ ചെയ്താണ്. അങ്ങനെ ടിൽറ്റ് ചെയ്തിട്ടുള്ള ഇതിൽ ഡ്രോ ചെയ്താൽ. ഇനി ഇവിടെ ആക്സിസ് ഉണ്ട്. ആക്സിസ് എത്രയാണ് ഡിസ്റ്റൻസ് നോക്കുക. ആ ഡിസ്റ്റൻസ് ഇവിടെ മാർക്ക് ചെയ്യുക. അതിന് നമുക്ക് ഇവിടെ O1' എന്ന് കൊടുക്കുക. ദെൻ ഇവിടെ ആക്സിസ് പ്ലോട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ സെക്കൻഡ് ഫ്രണ്ട് വ്യൂ ആയി. ഇനി ഇതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എന്തുണ്ട്? ടോപ്പ് വ്യൂ വരയ്ക്കണം അല്ലേ? ടോപ്പ് വ്യൂ വരയ്ക്കുമ്പോൾ എന്ത് ചെയ്യുക? ഇവിടുന്ന് പ്രൊജക്ടേഴ്സ് വരയ്ക്കുക. ഇതേതാ പോയിന്റ്? A1' D1' ആണ്. A1' D1' നിന്ന് ഒരു വെർട്ടിക്കൽ പ്രൊജക്ടർ താഴോട്ട് വരച്ചു. ഇവിടെ O1' ഉണ്ട്. O1' നിന്ന് വെർട്ടിക്കൽ പ്രൊജക്ടർ വരച്ചു. അത് ബേസിൻ്റെ. അതുപോലെ ഇവിടെ C1' B1' ഉണ്ട്. അതിൽ നിന്നൊരു വെർട്ടിക്കൽ പ്രൊജക്ടർ താഴോട്ട് വരച്ചു. അപ്പോൾ ഇവിടെ C1' B1' തന്നെയാണ് ഇവിടെ O1' ഉള്ളത്. അതൊന്ന് ഓർത്ത് വെക്കണം. കാരണം ഇത് ഒരേ ലൈനിലായിരിക്കുമല്ലോ. അപ്പോൾ അതിൻ്റെ പ്രൊജക്ടറാണ്. ഇനി അതേപോലെ നമുക്ക് എന്ത് ചെയ്യണു? ഫസ്റ്റ് ടോപ്പ് വ്യൂ ഉണ്ട്. ഫസ്റ്റ് ടോപ്പ് വ്യൂവിൽ നിന്ന് എന്താണ്? പ്രൊജക്ടർ വരയ്ക്കണം അല്ലേ? ഇവിടെ AB ഉണ്ട്. AB ഒരേ ലൈനിലാണ്. ഇവിടെ നിന്ന് പ്രൊജക്ടർ വരച്ചു.
ഇവിടെ അപ്പെക്സ് ഉണ്ട്, ഒ ഉണ്ട്, അവിടെ നിന്ന് ഞാൻ പ്രൊജക്ടർ വരച്ചു. ഇതുവരെ അല്ല, കാരണം ഇവിടെയാണ് ഓ ഡാഷ് ഉള്ളത്, അപ്പോൾ ഇതുവരെ വരച്ചാൽ മതി. അതുപോലെ ഡി സി ഉണ്ട്, ഡി സിയിൽ നിന്ന് ഞാൻ ഒരു പ്രൊജക്ടർ വരച്ചു. വരച്ച് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം, കറസ്പോണ്ടിങ് പോയിന്റ്സും ഞാൻ മാർക്ക് ചെയ്യുകയാണ്. സേ ഇപ്പം ഞാൻ എ എടുക്കുകയാണ്, എ എന്നുള്ള പോണ പ്രൊജക്ടർ ഇതാണ്, ഇവിടെ ഏതാണ്, ഇതാണ് A1 ഡാഷ്, ഇതാണ് ഈ പോയിന്റ് ആണ് അല്ലേ, ഇതല്ലേ A1 പോയിന്റ്. അപ്പോൾ ഇവിടെ വന്നു, ഇവിടെ കിട്ടി, പോയിന്റ് കിട്ടി. സേ അത് ഞാൻ വേണമെങ്കിൽ A1 എന്ന് കൊടുക്കാം. അതേപോലെ ഇവിടെ ബി ഉണ്ട്, ബിയിൽ നിന്നുള്ള പോണ പ്രൊജക്ടർ എവിടെയാണ്, ഇവിടെ വന്നു, ഇവിടെയാണ് ഇവിടെ ബി എന്നുള്ള പ്രൊജക്ടർ, അവിടെ കോൺസൈഡ് ചെയ്തു, ഇവിടെ ഞാൻ പോയിന്റ് കൊടുത്തു, B1 എന്ന് കൊടുത്തു. ഇനി ഡി ഉണ്ട്, ഡിയിൽ നിന്ന് പോണ പ്രൊജക്ടർ ഇവിടെ ഇതാ D1 ഡാഷ് ഉണ്ട്, അത് രണ്ടും ഒന്ന് ഇൻ്റർസെക്റ്റ് ചെയ്തു, ആ പോയിന്റ് കിട്ടി, D1 എന്ന് കൊടുത്തു. അതേപോലെ സി ഉണ്ട്, സിയിൽ നിന്ന് പോണ പ്രൊജക്ടർ ഇവിടെ നിന്ന് C1 ഡാഷ് എന്ന് വരുന്ന പ്രൊജക്ടർ, അതിവിടെ പോയിന്റ് ഉണ്ട്, ഇൻ്റർസെക്റ്റ് ചെയ്തു, C1 എന്ന് കൊടുത്തു. ഇനി ഇതുപോലെ സെൻറ്റർ ഉണ്ട് അല്ലേ, അപ്പെക്സ് ബേസ് സെൻറ്റർ ഉണ്ട്, O1 ഡാഷ് ഉണ്ട്, O1 ഡാഷ് എന്ന് വരുന്ന പോയിന്റ് ഇവിടെ ഓയിൽ നിന്ന് വരുന്ന പോയിന്റ് ഇൻ്റർസെക്റ്റ് ചെയ്തു, സി ഇവിടെ നമുക്ക് O1 എന്ന് കൊടുക്കാം. ഇനി അതുപോലെ ഈ അപ്പെക്സ് O1 ഡാഷ് ഉണ്ട്, അത് നേരെ വരുന്നു, അതിവിടെ O ഉണ്ട്, അത് രണ്ടും തമ്മിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത് എവിടെയാണ്, ഇവിടെയാണ്, ഇവിടെ നമുക്ക് കൊടുക്കാം O1 എന്ന് കൊടുക്കാം. ഓക്കെ, ഇനി കണക്ട് ചെയ്യുകയാണ് അല്ലേ. ഇപ്പോൾ നമ്മൾ ടോപ്പ് നോക്കുകയാണ്, ടോപ്പ് നോക്കുമ്പോൾ ഇതാണ് ഡയറക്ഷൻ ഓഫ് വ്യൂ നോക്കുമ്പോൾ എന്താണ്, നമുക്കിത് കാണാൻ കഴിയും, ഈ സ്ക്വയർ മൊത്തം എന്തായാലും കാണാൻ കഴിയും, ഈ സ്ക്വയർ കാണാൻ കഴിയും അല്ല, എല്ലാം വിസിബിൾ ആയിരിക്കും. കാരണം ഇത് കാണാം, A1 ഡാഷ് D1 ഡാഷ് കാണാം, ഇവിടെ ഇപ്പോൾ C1 ഡാഷ് B1 ഡാഷ് എന്താണ്, ഇതിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ട്, കാരണം ഇത് ട്രയാങ്കുലർ ഫേസ് ആണ്, സ്ലാൻഡ് എഡ്ജ് ആണ്, സ്ലാൻഡ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് C1 ഡാഷും കാണാൻ കഴിയും, B1 ഡാഷും കാണാൻ കഴിയും. ഓക്കെ, അപ്പോൾ നമുക്കിത് A1 B1 അല്ലെങ്കിൽ A1 B1 C1 D1 എന്നുള്ളത് നമുക്ക് വിസിബിൾ ആണ്. ഓക്കെ, ഇനി സ്ലാൻഡ് എഡ്ജസ് ഉണ്ടല്ലോ, A1 ഡാഷിൽ നിന്ന് O1 ഡാഷിലേക്കും പോകുന്നുണ്ട്, D1 ഡാഷിൽ നിന്ന് O1 ഡാഷിലേക്കും പോകുന്നുണ്ട്. അപ്പോൾ A1 ഡാഷിൽ നിന്ന് O1, അപ്പോൾ ഇവിടെ എല്ലാവരും തെറ്റുവരുത്തിയതാണ്, ബേസ് സെൻറ്റർ O1 ഡാഷ് ഉണ്ട്, അതുപോലെ ഇവിടെ O1 ഉണ്ട്, നേരെ A1ൽ നിന്ന് ഈ O1ലേക്ക് ചെയ്യും, ഈ O1ൽ ചെയ്യരുത്. അങ്ങനെ ചെയ്യുന്ന ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ ഫസ്റ്റ് ടോപ്പ് വ്യൂവിൽ തന്നെ ഇവിടെ അപ്പെക്സിന് ഒരു നെയിമും ബേസ് സെൻറ്ററിന് വേറെ നെയിമും കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇത് കാര്യം മനസ്സിലാക്കിയിട്ടുള്ളവരാണെങ്കിൽ തെറ്റിക്കില്ല. കാരണം എന്താണ്, ഈ O1 ആണ് എന്ത്, അപ്പെക്സിൻ്റെ പോയിന്റ്, ശരിയല്ലേ, ഈ അപ്പെക്സിൽ നിന്നുള്ള പ്രൊജക്ഷനാണ് ഇവിടെ. അപ്പോൾ നേരെ നമ്മൾ ഈ A1ൽ നിന്ന് O1ലേക്ക് കണക്ഷൻ ഉണ്ട്, അതുപോലെ D1ൽ നിന്ന് O1ലേക്ക് കണക്ഷൻ ഉണ്ട്, ഇവിടെയുള്ള അപ്പെക്സ്, ഇത് ബേസിൻ്റെ സെൻറ്റർ ആണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അതേപോലെ എന്താണ്, B1ൽ നിന്ന് O1ലേക്ക് കണക്ഷൻ ഉണ്ട്, അതാണ് ഈ B1 to O1, അതുപോലെ C1ൽ നിന്ന് O1ലേക്ക് കണക്ഷൻ ഉണ്ട്, അതാണ് C1 to O1. അപ്പോൾ ഇതാണ് നമ്മൾ എന്ത്, സെക്കൻഡ് ടോപ്പ് വ്യൂ ആയി. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കി, ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ള ഒരു ബേസ് എഡ്ജ് ഉണ്ട്, ആ ബേസ് എഡ്ജിൽ കണ്ടെയ്ൻ ചെയ്യുന്ന ട്രയാങ്കിൾ ഫേസ് ഉണ്ട്, അതെങ്ങനെയാണ്, വെർട്ടിക്കൽ ആണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അതാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്, വെർട്ടിക്കൽ ആയിട്ടാണ് ഉള്ളത്. കാരണം എന്താണ്, C1 ഡാഷ് B1 ഡാഷ് O1 ഡാഷ് എന്ന് പറഞ്ഞാൽ ട്രയാങ്കിൾ ഫേസ് എന്താണ്, വെർട്ടിക്കൽ ആയിട്ടാണ് നിൽക്കുന്നത്. ഇതോടുകൂടി ക്വസ്റ്റ്യൻ കഴിഞ്ഞാൽ ഇല്ല, പക്ഷേ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന ആദ്യത്തെ പോയിന്റ് എന്താണ്, ഈ ട്രയാങ്കിൾ ഫേസ് കണ്ടെയ്ൻ ചെയ്യുന്ന ബേസ് എഡ്ജ് എങ്ങനെയാണ്, ബീങ് പാരലൽ ആണ്, പാരലൽ ടു വേർ VP ആണ്. അപ്പോൾ ഈ നിൽക്കുന്ന പൊസിഷനിൽ VPക്ക് പാരലൽ ആണോ, ഇത് ഇല്ല അല്ലേ, VPക്ക് എങ്ങനെയാണ്, ഈ B1 C1 എന്ന് പറയുന്നത് എന്താണ്, പെർപെൻഡിക്കുലർ ആയിട്ടാണ് നിൽക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഇതിനെ പാരലാക്കണം. പാരലാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു വ്യൂ ഉണ്ടല്ലോ, ഇതിനെ റീലൊക്കേറ്റ് ചെയ്യാണ്. അതെങ്ങനെ, ഇതിപ്പോൾ B1 C1 XY ലൈനിന് പെർപെൻഡിക്കുലർ ആണ്, XY ലൈനിന് പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ VPക്ക് പെർപെൻഡിക്കുലർ ആണ്. നമ്മൾ ഈ B1 C1 എന്ത് ചെയ്യണു, XY ലൈനിന് പാരലാക്കണം. XY ലൈനിന് പാരലാക്കി എന്താണ്, അത് VPക്ക് പാരലാകും അല്ലേ, VPക്ക് പാരലാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഈ ഡിസ്റ്റൻസ് എത്രയാണെന്നുള്ളത് നന്നായിട്ട് മെഷർ ചെയ്തെടുക്കുക. ആ മെഷർമെൻറ്റിലാണ് ഇവിടെ നമുക്ക് പാരലാക്കേണ്ടത്. അത് നിങ്ങൾക്ക് കൺവീനിയൻറ്റ് ഡിസ്റ്റൻസിൽ വരയ്ക്കാം. അതിൽ ഞാൻ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തു എന്ന് മാത്രം, ആ ഡിസ്റ്റൻസ് ഒന്ന് മാർക്ക് ചെയ്തു, ഇതാണ്. അപ്പോൾ ഈ എഡ്ജ് ഏതാണ്, ഈ B1 C1 ആണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ട് അറിയണമെങ്കിൽ B1 C1 എന്ന് നോക്കുക, അല്ലെങ്കിൽ ഇത് B2, ഇതാണ് ഈ B2, ഇത് ഈ പോയിൻ്റാണിത്, ഇത് C2. ഇനി ഈ ഡിസ്റ്റൻസ് നോക്കുക, B1 to A1 എത്രയാണ് ഡിസ്റ്റൻസ്, അത് അതിനേക്കാളും കുറച്ച് കൂടുതൽ ഉണ്ടാവണം. ആ ഡിസ്റ്റൻസ് എടുത്തു. അതിന് മുന്നേ എന്താണ്, ഇവിടുന്ന് ഇങ്ങനെയാണല്ലോ, ഇതിനിങ്ങനെ പെർപെൻഡിക്കുലർ ലൈൻസ് അല്ലേ വരിക, ജസ്റ്റ് ഒന്ന് വരച്ചിടുക. ദെൻ ആ ഡിസ്റ്റൻസ്, ഈ B1 to A1 കറക്റ്റ് ഡിസ്റ്റൻസ് നോക്കിയിട്ടുണ്ടാവും, അത് B2 നിന്ന് നമ്മൾ മെഷർ ചെയ്തു, ഇവിടെ പോട്ട് ചെയ്തു, എന്നിട്ട് എന്ത് ചെയ്യുക, ഇത് വരച്ചിടുക. അതേപോലെ ഇത് സെയിം ഡിസ്റ്റൻസ് ആയി, അപ്പോൾ ഇവിടെ നിന്ന് ഈ പെർപെൻഡിക്കുലർ വരച്ചാൽ മതി, ഇവിടെ നിന്ന് വരച്ചു. ഒന്നുമില്ല, നമ്മൾ ഈ സോളിഡിന് നേരെ ഇതാക്കി, ഇതിനെ നേരെ എന്ത് ചെയ്തു, ഈ സോളിഡിന് നേരെ എടുത്ത് ഇങ്ങനെ തിരിച്ചു, ഇതിൻ്റെ ഒരു 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന വ്യൂ ആണ് അല്ലേ. ഇവിടെ കണക്ട് ചെയ്യും. ഇപ്പോൾ B2 C2 ആണ്, ഇതേതാ A1 ആണ്, അപ്പോൾ B2ൽ നിന്ന് പോകുന്നതാണ്. അപ്പോൾ ഇവിടെ A2, C2ൽ നിന്നുള്ളത് ഇവിടെ D2, ഇവിടെ അപ്പെക്സിൻ്റെ സെൻറ്റർ ഏതാ, ഇതല്ലേ
O1 ആണ്, അത് B1 C1 ഇടയ്ക്കാണ്. ആ ഡിസ്റ്റൻസ് എത്രയും മെഷർ ചെയ്ത് കറക്റ്റ് മാർക്ക് ചെയ്യുക. ദെൻ ഇവിടെ കൊടുക്കുക, O2 എന്ന് കൊടുക്കുക. ദെൻ സെൻറ്റർ ഉണ്ട്, സെൻറ്റർ പോയിൻ്റ് എവിടെയാണെന്ന് കറക്റ്റ് മെഷർ ചെയ്ത് നിങ്ങൾ എടുക്കുക, എടുത്ത് ഇവിടെ മാർക്ക് ചെയ്യുക. സോ O2, A2 നിന്ന് O1ലേക്ക് കണക്ഷൻ ഉണ്ട്, അപ്പോൾ A2 to O2 കണക്ട് ചെയ്യുക. അതുപോലെ D2 നിന്ന് O2 കണക്ഷൻ ഉണ്ട്, അതും കണക്ട് ചെയ്യുക. കാരണം ഇതേ മെഷർമെൻറ്റ് തന്നെയാണ്, ഇത് നേരെ എടുത്ത് ഇങ്ങോട്ട് കോപ്പി ചെയ്യണമെന്ന് മാത്രം. ദെൻ ഇതിൻ്റെ പ്രൊജക്ഷൻ എന്ത് ചെയ്യണം, നമ്മൾ വരയ്ക്കണം. എന്താണ് വെർട്ടിക്കൽ പ്രൊജക്ടേഴ്സ്, ടോപ്പ് വ്യൂ വരയ്ക്കണം, ഫ്രണ്ട് വ്യൂ വരയ്ക്കണം. ഇപ്പോൾ എന്താണ് വെർട്ടിക്കൽ പ്രൊജക്ടേഴ്സ് വരയ്ക്കുകയാണ്. A2 B2 ഒരേ ലൈനാണ്. ഇവിടെ നിന്ന് വെർട്ടിക്കൽ പ്രൊജക്ടർ വരച്ചു, ഇതുവരെ ജസ്റ്റ് ഒന്ന് മേലേക്ക് വരച്ചിടുക. അതുപോലെ D2 C2 ഉണ്ട്, അവിടെ നിന്ന് ഒരു വെർട്ടിക്കൽ പ്രൊജക്ടർ വരച്ചു. ഇനി അതുപോലെ O2 ഉണ്ട്, ഒന്ന് ബേസ് സെൻറ്റർ ഉണ്ട്, അപ്പെക്സ് ഉണ്ട്, അവിടെ നിന്ന് ഒരു വെർട്ടിക്കൽ പ്രൊജക്ടർ മേലോട്ട് വരച്ചിട്ടു. ഓക്കെ, ഇവിടെ എന്തുകൊണ്ടാണ് ഞാൻ ഇവിടെ ലിഫ്റ്റ് ചെയ്ത്, ഇവിടെ C1 B1 XY ലൈൻ തന്നെയാണ് കിടക്കുന്നത്, ബട്ട് ഇവിടെ A1 D1 ഉണ്ട്, അതൊന്ന് ലിഫ്റ്റ് ചെയ്താൽ കിടക്കണേ അല്ലേ. അപ്പോൾ ഇവിടെ നിന്ന് പ്രൊജക്ടേഴ്സ് വേണം, അപ്പോൾ C1 B1 ഓൾറെഡി XY ലൈനിലാണ് കിടക്കുന്നത്. ദെൻ ബേസ് സെൻറ്റർ ഉണ്ട് O1 അവിടെ നിന്ന് ഞാൻ ഒരു പ്രൊജക്ടർ വരച്ചു ഇട്ടു. ഇനി അതുപോലെ A1 D1 ഉണ്ട്, അവിടെ നിന്ന് ഒരു ഹൊറിസോണ്ടൽ പ്രൊജക്ടർ ഞാൻ വരച്ചിട്ടു. ഓക്കെ, ഇനി ഇവിടെ അപ്പെക്സ് O1 ഉണ്ട്, അപ്പെക്സ് O1 നിന്ന് ഒരു ഹൊറിസോണ്ടൽ പ്രൊജക്ടർ വരച്ചു. അപ്പോൾ അത് കറസ്പോണ്ടിങ് ആയിട്ട് എന്താണ് ഇൻ്റർസെക്റ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇൻ്റർസെക്റ്റ് ചെയ്ത പോയിന്റ്സ് നോക്കാം. ഇപ്പോൾ C1 B1 ആണ്, അത് XY ലൈൻ തന്നെയാണ്. ഇപ്പോൾ ഇവിടെ എവിടെയാണ് C1 B1 നോക്കുക, അപ്പോൾ C ഇതാണ് അല്ലേ, C ഇവിടെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത് ഇവിടെയാണ്. അപ്പോൾ ഇവിടെ ഞാൻ പേര് കൊടുത്തു, C2 കൊടുക്കാം. B2 ഉണ്ട്, ഇതാണ് B2 ഇൻ്റർസെക്റ്റ് ചെയ്ത പോയിന്റ്, ഇവിടെ ഞാൻ കൊടുത്തു B2 എന്ന് കൊടുത്തു. ഇനി ഇതാണ് A2 ഉണ്ട്, A2 നിന്ന് പോയ പ്രൊജക്ടർ ഇതാണ്, ഇവിടെ ഇതാണ് A2 നിന്ന് പോണ ഹൊറിസോണ്ടൽ പ്രൊജക്ടർ, ഇവിടെ കിട്ടി, ഇവിടെ കൊടുത്തു A2 കൊടുത്തു. ഇനി ഇത് D2 ഉണ്ട്, D2 നിന്നുള്ള വെർട്ടിക്കൽ പ്രൊജക്ടർ വരച്ചു, D2 നിന്നുള്ള ഹൊറിസോണ്ടൽ പ്രൊജക്ടർ വരച്ചു, അത് രണ്ട് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ് ഇതാണ്, അതിന് കൊടുത്തു D2 എന്ന് കൊടുത്തു. ഇനി ബേസ് സെൻറ്റർ ഉണ്ട് O2, ഇത് ഇവിടെയുള്ള O1 ഉണ്ട്, അത് രണ്ടും ഒന്ന് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ് ഇതാണ്, അതിന് O2 എന്ന് കൊടുത്തു. ഇനി അപ്പെക്സ് ഉണ്ട്, അപ്പെക്സ് എന്ന് പോണ O2, ഇവിടെ നിന്നുള്ള O1 അത് തമ്മിലുള്ള ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ് ഇതുണ്ട്, അതിനെ O2 എന്ന് കൊടുത്തു. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ടോപ്പ് വ്യൂ ആണ്, ഈ ഡയറക്ഷനിൽ നിന്നാണ് നോക്കുമ്പോൾ നമുക്ക് പറഞ്ഞിട്ടുള്ള കണ്ടീഷൻ തന്നെ ഇതാണ്, എന്താണ് ബേസ് ലിഫ്റ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് അല്ലേ. ബേസ് ലിഫ്റ്റ് ചെയ്യുന്നുണ്ട് കാരണം B1 O1 C1 ആണ് അല്ലേ. അപ്പോൾ ഇതാണ് ഇവിടെയുള്ള ട്രയാങ്കിൾ ഫേസ് ആണ്, ഇതിനെയാണ്. അപ്പോൾ ഇത് ഈ ഭാഗത്താണ്, ഇതിന് വെർട്ടിക്കൽ ആക്കുമ്പോൾ ഈ സോളിഡ് എന്താണ് ഇങ്ങനെ ലിഫ്റ്റ് ആവുകയാണ് ചെയ്യുക അല്ലേ. ഇതിങ്ങനെയുള്ള സോളിഡാണ്, ഇങ്ങനെ നിന്നിട്ടുണ്ടാവും. ഇതാണ് നമുക്ക് B2 C2 എന്നുള്ളത്, ഇതാണ് ട്രയാങ്കിൾ ഫേസ്. ഇങ്ങനെയല്ല, ഈ വ്യൂവിൽ എന്താണ് ഇത് ഇങ്ങനെ നിൽക്കുമ്പോൾ എന്താണിത് ലിഫ്റ്റ് ആയിട്ടുണ്ട് അല്ലേ. ഇങ്ങനെ നിൽക്കുമ്പോൾ ഈ ഭാഗം ലിഫ്റ്റ് ആയിട്ടുള്ളതാണ് കാണുക. അപ്പോൾ എന്താണ് ബേസ് മൊത്തം നമുക്ക് വിസിബിൾ ആയിരിക്കും. ഇങ്ങനെ നിൽക്കുമ്പോൾ എന്താണ് ബേസ് വിസിബിൾ ആയിരിക്കും. അപ്പോൾ അതൊന്ന് നമുക്ക് പ്ലോട്ട് ചെയ്യാം. ബേസ് വിസിബിൾ ആയിരിക്കും, അതായത് AB വിസിബിൾ ആണ്, BC വിസിബിൾ ആണ്, CD വിസിബിൾ ആണ്, DA വിസിബിൾ ആണ്. ഓക്കെ, ഇവിടെ നിന്ന് ആക്സിസ് ലൈൻ പോകുന്നുണ്ട് അല്ലേ, ആക്സിസ് ആയിട്ട് തന്നെ കാണിക്കുക. ഓക്കെ, ബേസ് വിസിബിൾ ആണല്ലോ, BC ആണല്ലേ. ഇവിടെ നോക്കുമ്പോൾ നമുക്ക് BC കാണുമോ, BC കാണുമ്പോൾ BO ഉണ്ട്, CO ഉണ്ട്. ബിയിൽ നിന്ന് BO എന്ന് പറഞ്ഞ സ്ലാൻഡ് എഡ്ജ് കാണാൻ കഴിയില്ല. CO എന്ന് പറഞ്ഞ സ്ലാൻഡ് എഡ്ജ് കാണാൻ കഴിയില്ല. കാരണം ഇവിടെ നല്ല നോക്കണം, ഇവിടെ നോക്കുമ്പോൾ കാണാൻ കഴിയില്ല. ഇപ്പോൾ B2 O2 ഉണ്ട്, അത് കാണാൻ കഴിയില്ല. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യണം, അത് ഡോട്ടഡ് ലൈനിൽ റെപ്രസെൻറ്റ് ചെയ്യണം. അതുപോലെ C2 O2 കാണാൻ കഴിയില്ല, അത് നമ്മൾ എന്ത് ചെയ്യണം, ഡോട്ടഡ് ലൈനിൽ റെപ്രസെൻറ്റ് ചെയ്യും. ഇനി A2 O2 ഉണ്ട്, അത് കാണാൻ കഴിയും. ഇവിടെ നോക്കുമ്പോൾ A2 കാണുന്നുണ്ട്, അപ്പോൾ A2 O2 കാണാം, D2 കാണുന്നുണ്ട്, D2 O2 കാണാം. അപ്പോൾ A2 O2 നമുക്ക് എന്താണ് കാണാൻ കഴിയും, അത് വരയ്ക്കുന്നു. D2 O2 കാണാൻ കഴിയും, അത് നമ്മൾ എന്ത് ചെയ്യണം, വരയ്ക്കുന്നു. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഇതാണ് ബേസ്. ഈ ബേസ് ഫുൾ വിസിബിൾ ആയിരിക്കും, ഈ സ്ലാൻഡ് എഡ്ജ് നമുക്ക് വിസിബിൾ ആയിരിക്കും, ഈ രണ്ട് സ്ലാൻഡ് എഡ്ജ് വിസിബിൾ ആയിരിക്കില്ല. അത് നമ്മൾ എന്താണ് ഡോട്ടഡ് ലൈനിൽ കാണിച്ചു. ഓക്കെ, വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലം ആണ്, പ്രീവിയസ് ഇയർ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസ് ആണ്. നന്നായിട്ട് നോക്കുക, പഠിക്കുക, ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ക്ലാരിഫൈ ചെയ്യാം. ഓക്കെ, താങ്ക് യു.